പാലാ നഗരസഭ ഭരണം പിടിക്കാൻ രണ്ടും കൽപ്പിച്ച് CPM ഇറങ്ങുകയാണ്. ഇവിടെ ജോസ് കെ മാണിയെ മാറ്റി നിർത്തി കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ VN വാസവൻ നേരിട്ട് ചർച്ചകൾ നടത്തുകയാണ്. കാരണം 3 സ്വതന്ത്രരെ കൂടെ കൂട്ടിയാൽ പാലാ നഗരസഭ LDFന് ഭരിക്കാൻ സാധിക്കും. സംസ്ഥാനത്തൊട്ടാകെ തകർന്നടിഞ്ഞു നിൽക്കുന്ന CPMന് പാല പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് നേട്ടമാകുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വാസവൻ പാലായിലേക്ക് തിരിച്ചത്. ജോസ് കെ മാണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന പാലായിലെ സ്വതന്ത്രരെ കൂടെ കൂട്ടാൻ ജോസിനെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താനാണ് CPM നൽകുന്ന നിർദ്ദേശം. ഇത് മാണി ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. 3 സ്വതന്ത്ര കൗൺസിലർമാരുള്ള പുളിക്കക്കണ്ട ഫാമിലിക്ക് കുന്നോളം വാഗ്ദാനങ്ങളാണ് CPM നൽകുന്നത്. ഈ കുടുംബവുമായി അകന്നു നിൽക്കുന്ന ജോസ് കെ മാണിയെ മുന്നിൽ നിർത്തിയാൽ ചർച്ചകൾ എവിടെയും എത്തില്ലെന്ന് CPMന് ബോധ്യമുണ്ട്. പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 പേരും അവർ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ നിന്നുള്ള വോട്ടർമാരെ വിളിച്ചുകൂട്ടി ജനസഭ ചേർന്നിരുന്നു. UDFുമായി ചേർന്ന് പോകണമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷേ ബിനു പുളിക്കക്കണ്ടം ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. എല്ലാ ഓപ്ഷനും പരിശോധിക്കുന്ന തിരക്കിലാണ് പുളിക്കക്കണ്ടം ടീം നടക്കുന്നത്. പരമാവധി സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലൈനാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. 26 അംഗ ഭരണസമിതിയിൽ 12 LDF, 10 UDF എന്നിങ്ങനെയാണ് കക്ഷിനില. 4 പേർ സ്വതന്ത്ര അംഗങ്ങളാണ്. ഇതിൽ 3 പേർ പുളിക്കക്കണ്ടം കുടുംബക്കാരാണ്. ഒരാൾ കോൺഗ്രസ് റിബലായി മത്സരിച്ച് ജയിച്ച വനിതാ നേതാവ് മായയാണ്. നഗരസഭയിലെ സ്വതന്ത്ര അംഗങ്ങളായ ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ ബിനു എന്നിവർ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF ഇവർക്ക് പിന്തുണ നൽകിയിരുന്നു. ബിനു 20 വർഷമായി കൗൺസിലറാണ്. മാണി ഗ്രൂപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ തവണ ചെയർമാനാകാൻ ബിനുവിന് കഴിഞ്ഞിരുന്നില്ല. അന്ന് എതിർപ്പുമായി നിന്ന ജോസ് കെ മാണിയെ ഇന്നും ആ കുടുംബം ശത്രുപക്ഷത്താണ് നിർത്തുന്നത്. ഇത്തവണ വനിതാ സംവരണമായതിനാൽ ബിനുവിന്റെ 21-കാരിയായ മകൾ ദിയയെ ചെയർപേഴ്സൺ ആക്കണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ ഉപാധ്യക്ഷ സ്ഥാനവും വേണമെന്നാണ് ബിനു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്നാണ് LDFന്റെ ഉറപ്പ്. പക്ഷേ UDF പൂർണ്ണമായും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക വ്യക്തിയായിരുന്നു ബിനു. എന്നാൽ മുൻധാരണ പ്രകാരം അധ്യക്ഷ സ്ഥാനം CPMന് നൽകാത്തതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് എം നേതൃത്വവുമായി ബിനു കടുത്ത തർക്കത്തിലുമായി. ഇതിനൊടുവിലാണ് ജോസ് കെ മാണി ഇടപെട്ടതിനെ തുടർന്ന് ബിനുവിനെ CPM പുറത്താക്കിയത്. ആ കലിപ്പിലാണ് ജോസ് കെ മാണിയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ CPM ആവശ്യപ്പെടുന്നത്. പാലാ നഗരസഭയിലെ സ്വതന്ത്രരുടെ പിന്തുണ വാങ്ങുവാൻ UDF ശ്രമിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ 6 കൗൺസിലർമാർ രഹസ്യയോഗം ചേർന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. സ്വതന്ത്രരുമായി ചർച്ച നടത്തുന്നതിനിടയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ അവകാശങ്ങൾ ഓർക്കണമെന്നും അവ പാലിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കണമെന്നുമാണ് കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. സ്വതന്ത്രർ വയ്ക്കുന്ന അതിര് കവിഞ്ഞ അവകാശവാദങ്ങൾ തങ്ങളുടെ സാധ്യതകളെയാണ് ഇല്ലാതാക്കുന്നതെന്ന് യോഗത്തിൽ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. ആദ്യ അവസരങ്ങൾ സ്വതന്ത്രർ കൊണ്ടുപോകുമ്പോൾ അവസാനക്കാരായി വരുന്ന തങ്ങൾക്ക് സ്വതന്ത്രർ പിന്തുണ തരുമെന്ന് എന്താണ് ഉറപ്പെന്നും പല കൗൺസിലർമാരും ആശങ്കപ്പെട്ടതായും പറയുന്നുണ്ട്. എന്തായാലും CPM പാലായിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ജോസ് കെ മാണിയെയാണ് മാറ്റി നിർത്തുന്നത്.